കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 55 അതിൻ്റെ 17-ാമത് വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദാവീദ് തൻ്റെ സങ്കീർത്തനമായ 55 പറയപ്പെടുന്ന അനുഗ്രഹീതമായ ചിന്ത, ഒരു പ്രാർത്ഥനാ രീതി, സ്തോത്രം, ഒരു മാതൃക നമുക്ക് വെച്ചിരിക്കുക. എന്താണ് ആ മാതൃക? ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എൻ്റെ സങ്കടം ഞാൻ ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പം എത്ര നേരം പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത അവിടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. യഹൂദന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ നോർമലി 3 നേരം പ്രാർത്ഥിക്കുന്നവരാണ്. അത് ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോഴും രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് യഹൂദന്റെ ഒരു രീതിയാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പ്രാർത്ഥിക്കുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതുപോലെ പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പീൻ എന്ന പുതിയ നിയമത്തിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നു. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദ് പറഞ്ഞ വാചകത്തിനകത്ത് ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. ഇവിടെ പറയുന്ന വാചകം ഇങ്ങനെയാണ്: ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ആ ഒരു ചിന്ത, ആ ഒരു വാക്ക്, സങ്കടം ബോധിപ്പിക്കുക. നമ്മളൊക്കെ ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ അപേക്ഷ വയ്ക്കാറുണ്ട്, അല്ലേ? വെള്ളപ്പേപ്പറിൽ നമ്മൾ അപേക്ഷ എഴുതി വയ്ക്കാറുണ്ട്. സ്തോത്രം. എന്താ ആ അപേക്ഷ എഴുതുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു നിർത്തുകയും ഇല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം. ഞാൻ ബോധിപ്പിക്കുന്ന അപേക്ഷ. സ്തോത്രം. അതെന്താണ് ആ ബോധിപ്പിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം? എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒറ്റ കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരോടാണോ ഈ അപേക്ഷ നമ്മൾ വെക്കുന്നത്, ആ വ്യക്തിക്ക്, സ്തോത്രം, ഒരു പക്ഷേ ഇന്ന് ലോകപരമായിട്ട് മുഖ്യമന്ത്രിക്കായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിക്കായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഭരണാധികാരിക്കായിരിക്കാം, ഇല്ലെങ്കിൽ ഇത് നമ്മൾ വിശ്വാസ സമൂഹത്തിൽ നിൽക്കുമ്പോൾ സംഘടനാ നേതാക്കന്മാർക്കൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപേക്ഷ വയ്ക്കാറുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താ ആ വാക്കിന്റെ അർത്ഥം? ഒറ്റ അർത്ഥമാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അത് സ്തോത്രം. എന്തുവെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മൾ അനുഭവിക്കുന്ന സങ്കടം, ഇല്ലെങ്കിൽ ആ അപേക്ഷയ്ക്ക് കാരണമായ വിഷയം നമ്മൾ ആർക്കാണോ വെക്കുന്നത്, ആ അപേക്ഷ കൊടുക്കുന്നത്, ആ വ്യക്തിക്ക് ഇത് മനസ്സിലാകണം. മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ബോധിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വിഷയം എന്തോ അത് അതേപോലെ ആ വ്യക്തിക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ്, ഇല്ലെങ്കിൽ അതേപോലെ ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനെയാണ് ബോധിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ദൈവത്തിന് ഇത് അറിയത്തില്ലയോ? അറിയാം. നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ക്ലേശങ്ങൾ, അത് സ്തോത്രം ഒക്കെ ദൈവത്തിന് അറിയാം. പക്ഷേ സ്തോത്രം, നമ്മൾ ഏത് വിഷയത്തിലാണോ നീ സങ്കടപ്പെടുന്നത്, ഏത് വിഷയത്തിലാണോ സ്തോത്രം നീ വ്യാകുലപ്പെടുന്നത്, അത് സ്തോത്രം, അതിന് പരിഹാരം തരാൻ കഴിയുന്നവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ നിന്റെ വേദനയ്ക്ക് കാരണമായ വിഷയത്തെ ഒരു ബോധ്യപ്പെടുത്തുക, അത് ചെയ്യണം. അതാണ് ഇവിടെ ദാവീദ് പറയുന്നത്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. എന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിത ദൈവമക്കളെ, അത് സ്തോത്രം, ലോകത്തിന്റെ മുമ്പിൽ, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മക്കളുടെയോ മുൻപിൽ കരയാൻ വേണ്ടിയല്ല സ്വർഗം നിന്നെ വിളിച്ചത്. പകരം ദൈവത്തിന് മുമ്പിൽ കരയുവാൻ നീ തയ്യാറായ നിന്റെ വിഷയങ്ങളിൽ പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ അവർ മാറിപ്പോയെന്ന് വരാം, ഉലകത്തിന്റെ കണ്ണുകൾ നമ്മുടെ മുൻപിൽ അടഞ്ഞുപോയെന്ന് വരാം, ഉലകത്തിന്റെ കരം നമ്മുടെ മുമ്പിൽ മാറിപ്പോയെന്ന് വരാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഒരു ദൂത് ഞാൻ ആത്മാവിൽ പറയുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും നിന്റെ സങ്കടം നീ ദൈവസന്നിധിയിൽ പകർന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയും, സ്വർഗത്തിൽ ഉയരത്തിലെ കരം നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകത്തില്ല. ഉയരത്തിൽ
വിഷയത്തിലെ കണ്ണ് നിന്റെ മുൻപിൽ നിന്ന് അടഞ്ഞു പോകത്തില്ല. നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആ കാര്യം നീ മറക്കരുത്. പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പലവട്ടം വാതിൽക്കൽ മുട്ടിയിട്ട് പല വിഷയങ്ങൾ ദൈവസനെ പറഞ്ഞിട്ട് ഇന്നും അതിനകത്തൊരു പരിഹാരം വരാതെ, ആ വിഷയത്തിന്മേൽ ഒരു വിടുതലില്ലാതെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ആരെങ്കിലും ഈ പ്രാർത്ഥനാ വാചകം കേൾക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട്, കാലങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം ഒരു വിടുതൽ കർത്താവെ അവിടുന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതുമാറാകണമേ കർത്താവെ. ലോകത്തിന്റെ കണ്ണുകൾ, ലോകത്തിന്റെ കരങ്ങൾ അവരുടെ മുമ്പിൽ അടയുകയും മാറുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരം അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ നിന്ന് അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.